തെക്കൻ ജില്ലകളിൽ അനുഭവപ്പെട്ട കനത്ത മഴ അപ്രതീക്ഷിതമായിരുന്നുവെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞു. വെള്ളപ്പൊക്കം പെട്ടെന്ന് ഉയരുകയും അതുപോലെ തന്നെ വേഗത്തിൽ താഴുകയും ചെയ്യുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രളയത്തിന്റെ ആഘാതം പരമാവധി കുറയ്ക്കുന്നതിനായി സർക്കാർ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചു വരികയാണെന്നും സ്പീക്കർ കൂട്ടിച്ചേർത്തു. പ്രളയത്തിൻ്റെ ദുരിതമാണ് യഥാർത്ഥത്തിൽ അൺഎക്സ്പെക്റ്റഡായി. ഇതുപോലൊരു സിറ്റുവേഷൻ ഉണ്ടാകുമെന്നൊരു പ്രഡിക്ഷനും ഉണ്ടായില്ല, അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായില്ല. അതുകൊണ്ട് വളരെ അൺഎക്സ്പെക്റ്റഡായിട്ടൊരു സിറ്റുവേഷനായി പോയി. പക്ഷേ ഇപ്പോൾ ആ കിഴക്കൻ മേഖലയിൽ സാവകാശം അത് കുറഞ്ഞു വരും. അതിൻ്റെ ഒരു ഘടന തന്നെ അതാണ്. അവിടെ വരുന്ന പെട്ടെന്ന് വെള്ളം ഉയരുകയും ചെയ്യും, പിന്നീട് ഏതാനും മണിക്കൂർ കൊണ്ട് ആ വെള്ളം താഴോട്ട് ഒഴുകി പോവുകയും ചെയ്യും. പക്ഷേ ഈ പോരുന്ന വഴിക്ക് മീനച്ചിലാറാണ് പ്രധാനപ്പെട്ടത്. അപ്പം മീനച്ചിലാറിൻ്റെ രണ്ട് തീരത്തുള്ള ആളുകൾക്കാണ് ഈ പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്. ഗവൺമെൻറ് വളരെ ശക്തമായിട്ടുള്ള നടപടികൾ എടുക്കുന്നതായിട്ട് എനിക്കറിയാം. ജില്ലാ കളക്ടർ അങ്ങോട്ട് പോയിട്ടുണ്ട്, ജില്ലാ പോലീസ് സൂപ്രണ്ട് പോയിട്ടുണ്ട്, ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ടോട്ടലായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ജനങ്ങളുടെ പ്രയാസവും ദുരിതവും ഒക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും അവരെടുത്തിട്ടുണ്ട്. ഗവൺമെൻറ് വേണ്ട വിധത്തിലുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ റവന്യൂ വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും ഈ കാര്യത്തിനകത്ത് വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രളയത്തിൻ്റെ ആഘാതം ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നടപടി ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും ഇരിക്കുന്നത്. അതേസമയം PM ശ്രീ പദ്ധതിയെക്കുറിച്ചും അദ്ദേഹം പ്രതികരിച്ചു. ഒരു വിഷയത്തിൽ രണ്ടഭിപ്രായങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണെന്നും ചർച്ചകളിലൂടെ എല്ലാ അഭിപ്രായങ്ങളും ഏകോപിപ്പിച്ച് ഉചിതമായ തീരുമാനത്തിലെത്തി മുന്നോട്ടു പോകുമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞു, ഇതേ ചോദ്യം വേറെ രൂപത്തിൽ വന്നേ ഉള്ളൂ. ആദ്യം ചോദിച്ച ഉന്നം വെച്ചത് അതാണ്, രണ്ടാമത് വെച്ചത് അതാണ്. പക്ഷേ നമ്മളുടെ ഒരു പൊതു സമീപനത്തെക്കുറിച്ചാണ് ഞങ്ങൾ ഇപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ. ഇപ്പുറത്ത് ഞാൻ എന്ന് പറയുന്നത് നമ്മൾ ഭരണത്തിൻ്റെ പുറത്തു നിന്നുകൊണ്ട് ഭരണത്തെ വിലയിരുത്തുന്ന ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് നിങ്ങളും ഞാനും. ആ വിലയിരുത്തലിനകത്ത് ഒരു ഗവൺമെൻറ്റിനെ കുറിച്ച് പോസിറ്റീവായിട്ട് അത് പോകുന്നതിന് വേണ്ടിയുള്ള നടപടി ഉണ്ടാവണം. ആ നടപടിക്ക് തടസ്സമായി ഇതൊന്നും വരും എന്നെനിക്ക് പ്രതീക്ഷയില്ല. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. നിങ്ങൾക്കും സ്വന്തമായി എന്തെങ്കിലും നേടണമെന്ന് ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടില്ലേ? വെറും 6 മാസം കൊണ്ട് ആരോഗ്യ മേഖലയിൽ ജോലി സ്വന്തമാക്കാം. അതിന് ഫീസ് ഒരു തടസ്സമേ ആകില്ല. വളരെ കുറഞ്ഞ ഫീസിൽ നിങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ നിന്നും നേരിട്ട് NIPMS അക്കാഡമിയുടെ ജോബ് ഓറിയന്റഡ് സ്കിൽ കോഴ്സായ നഴ്സിംഗ് അസിസ്റ്റന്റ് പഠിക്കാം. പഠിച്ചിറങ്ങിയ മുഴുവൻ കുട്ടികൾക്കും പ്ലേസ്മെന്റ് കിട്ടിയതുകൊണ്ട് ജോബിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട. +2 ഡിഗ്രി കഴിഞ്ഞ് ആർക്ക് വേണമെങ്കിലും ഈ കോഴ്സിൽ അഡ്മിഷൻ എടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യൂ. നിസാർ ഹോസ്പിറ്റൽ, വളാഞ്ചേരി.